ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഇന്ന് വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇന്നലെ കണ്ടിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ടാണ് ഈ വീഡിയോക്ക് ആധാരം. കാണാതായ കോഴി അയൽപ്പക്കത്തെ വീട്ടിലെ കോഴിക്കൂട്ടിൽ. അതിനെ ചൊല്ലി തർക്കം മൂത്ത് 82 വയസ്സുകാരൻ അടിയേറ്റ് മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത കാണാനിടയായി. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പല വാർത്തകളും പത്രങ്ങളിൽ കാണുമ്പോഴൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കാറുണ്ട്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്രൂരമായ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. അത് 82 വയസ്സായ ഒരു വയോധികരെ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ അതിന് ഈ വ്യക്തിയെ പ്രേരിപ്പിച്ച, ഈ കൊലപാതകം ചെയ്ത വ്യക്തിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യമാണ്. ആ ദേഷ്യം മൂത്ത് അത് അവസാനം വഴക്കിലും പിന്നെ അടിപിടിയിൽ കലാശിച്ചു. അങ്ങനെയാണ് പാവപ്പെട്ട വന്യവയോധികന് 82 വയസ്സുള്ള വന്യവയോധികന് ദാരുണമായ മരണം സംഭവിച്ചു. പെട്ടെന്നുള്ള വികാരങ്ങളെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് ഇതുപോലുള്ള പല സംഭവങ്ങളും നമ്മളോട് വിരച്ചുകൊടുക്കുന്നത്. അതായത് സൈക്കോളജിയിലെ സംഭവമാണ് ഇമോഷണൽ കൺട്രോൾ, ഇമോഷണൽ ബാലൻസ്, ഇമോഷണൽ എക്വിലിബ്രിയം, ഇങ്ങനെ കുറേ കൺസെപ്റ്റുണ്ട്. ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് തിയറിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു അവബോധം ഉണ്ടായിരിക്കണം. നമ്മളെന്താണെന്നും നമ്മളെ വികാരങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം, എല്ലാ സമയവും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതിനനുസൃതമായ രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ, നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ, ദേഷ്യമുള്ള ഒരവസ്ഥയിലാണ് നമ്മളെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ധാരണ വേണം. ഇപ്പം നമ്മൾ തൽക്കാലം വടക്കിന് പോകണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ പ്രശ്നത്തിൽ കൂടുതൽ ഇടപെടണ്ട. താൻ വളരെയധികം ക്ഷുഭിതനാണ്, അപ്പോൾ എനിക്ക് തനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ അനിഷ്ടകരമായ പലതും സംഭവിക്കാം. ഇത്തരത്തിലുള്ള ഒരു ചിന്തയും വീട്ടുവിചാരവും വരുമ്പോൾ മാത്രമേ മനുഷ്യര് പെട്ടെന്ന് പ്രകോപിതരായിക്കൊണ്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയുള്ളൂ. അപ്പം വിചാരങ്ങളെ നിയന്ത്രിക്കൽ പക്വതയുള്ള ബാലൻസ്ഡ് പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തിയുടെ വലിയ ഒരു ക്വാളിറ്റിയാണ്. അപ്പം നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിൽ ഏറ്റവും അധികം നമ്മൾ ദ്രോഹിക്കുന്ന ഒരു വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യണമെന്ന് മഹാന്മാരൊക്കെ പലതരത്തിൽ നമ്മൾ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. മറ്റുള്ളവനെ കായിക ബലം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവനല്ല, മറിച്ച് സ്വന്തം ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവനാണ് ശക്തിമാൻ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കായിക ബലം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക എന്ന് നമ്മൾ വലിയ ശക്തിയായിട്ട് തോന്നും. പക്ഷെ അതൊന്നുമല്ല ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ആ ഒരു ആർജവത്തിനും കഴിവിനുമാണ്. അതാണ് ശക്തി. അപ്പോൾ അങ്ങനെയുള്ളൊരു ആർജവും ഒരു ശക്തിയും ഉണ്ടാവേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലെങ്കിൽ മാത്രമേ നമ്മളെ പക്വതയോടുകൂടി വിവേകപരമായി പെരുമാറുകയുള്ളൂ എന്നുള്ളതാണ്. ഇതൊരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവമുണ്ട്. ചില്ലറ 10 രൂപയുടെ പേരിൽ അല്ലെങ്കിൽ 2 രൂപയുടെ പേരിലൊക്കെ തർക്കിച്ചിട്ട് അടിപിടി കൂടുന്നവരുണ്ട്. നിസ്സാരം ബസ് സ്റ്റാൻഡുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ സമയപ്രശ്നത്തിൻ്റെ പേരിലൊക്കെ ഭയങ്കര വാക്പോരും അടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ക്യാമ്പസുകളിൽ നിത്യസംഭവമാണ്. രാഷ്ട്രീയ സംഘടനകൾക്ക് പ്രധാന കാരണം ഇതാണ്. അപ്പം കുടുംബത്തിൽ തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലും ഒക്കെ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭാര്യയുടെ ഇമോഷൻസിനെ കുറിച്ച് ഭർത്താവിൻ്റെ ഇമോഷൻസിനെ കുറിച്ച് ഭാര്യയ്ക്ക് ബോധം ഉണ്ടാവണം. അപ്പം സെൽഫ് അവെയർനെസ്സും അതുപോലെ തന്നെ കേപ്പബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്, അതും അതിൻ്റെ ഘടകമാണ്. മറ്റുള്ളവരുടെ വിചാരങ്ങളെ മനസ്സിലാക്കിയിട്ട് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറിയാൽ തന്നെ ഒരുപാട് സംഘർഷങ്ങൾ ഒഴിവായി കിട്ടും.
അപ്പം ഇത് ഒരുപാട് വലിയൊരു ഏരിയയാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. അപ്പോൾ അതിലെ ഒരു ഭാഗം ഞാൻ ഈ ഒരു സാന്ദർഭികമായിട്ട് ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞു നിൽക്കും. പിന്നെ മഹാൻ ഗ്രന്ഥങ്ങളിലും എല്ലാം മഹാന്മാരെല്ലാം തന്നെ നമ്മളോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതൊരു കാലികമായി പ്രസക്തിയുള്ള സംഭവമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.